ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ കുറച്ച് നേരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ. ഒരു മെയ് ഫസ്റ്റ് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എടുത്തതാണ്. അതുകൊണ്ടാണ് മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ. ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകാൻ റെഡിയായത്. അപ്പം വേറെ എവിടെയല്ല, നമുക്ക് എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചു, ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് അങ്ങനെ എന്തോ കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നോട്ട്ബുക്കും കാര്യങ്ങളൊന്നും മേടിക്കണില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് ബാഗാണ്, നല്ലൊരു ബാഗ്, നല്ല ബ്രാൻഡായിട്ട് തന്നെ ബാഗ് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ബാഗാണ് കുറച്ച് മോശമായിട്ടുള്ളത്. പക്ഷേ മേടിക്കുമ്പോൾ 2 പേർക്കും എന്തായാലും വാശി പിടിച്ചതാണ്, പിന്നെ 2 പേർക്കും മേടിക്കേണ്ട കേട്ടോ ബാഗ്. അപ്പോൾ നമുക്ക് ബാഗാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബുക്കെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാം കേട്ടോ. ഇത് സ്ഥലം ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ബാഗും ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് റേറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ബാഗ് മാത്രം മേടിക്കാൻ വേണ്ടിയാണോ എറണാകുളം വരെയും പോകണമെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ വെക്കേഷനായിട്ട് മക്കളെ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, എവിടെയും ട്രിപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ലുലു മാളിൽ പോകണമെന്ന് കുറേ നാളായി പറയുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ അതുകൊണ്ട് അവർക്കും ഒരു സന്തോഷമോട് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുകയും ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ പോണ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ശനിയാഴ്ച ദിവസമുണ്ട് ഞങ്ങൾ പോയത്. അപ്പോൾ അവധി ദിവസം എഴുതുകൊണ്ടെന്ന് തോന്നുന്നു. നല്ലോണം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് പോണ സമയത്ത് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ അവിടെ എത്തി. പക്ഷേ വന്ന സമയത്ത് നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. അതായത് നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതിനു മുമ്പേ നമുക്ക് വീട്ടിലെത്താമെന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അത്രയും പയ്യെ കേട്ടോ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗും കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ബാഗ് തന്നെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മക്കൾ ഒരാൾ 6ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത്. ഇതാണ് കേട്ടോ 2 മക്കൾ, 2 പേരും ഇതാണ് കേട്ടോ. 2 ആൺകുട്ടികളാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പം അവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കും. പിന്നെ അധികം ഫോട്ടോയും വീഡിയോസൊന്നും എടുക്കാൻ അവിടെ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അധികം ഒന്നും എടുത്തില്ല. ഇതാണ് കേട്ടോ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നടന്നിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 30% അങ്ങനെ തോന്നുന്നു ഡിസ്കൗണ്ടിൽ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിക്കുന്നത് ബാഗൊക്കെ അവിടെ വെച്ച സമയത്തൊന്നും നമുക്ക് കാണിക്കാൻ നല്ല തിരക്കും, അതാണ് ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് 2 പേർക്കും ഇതേപോലെ തന്നെ എടുത്തേക്കണത്. സെയിം ഏകദേശം ഒരേപോലെ തന്നെയാണ് 2 പേർക്കും എടുത്തേക്കണത്. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അടുത്ത വർഷം കൂടിയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ച് കൊടുത്തേക്കണത് 2 പേർക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളയ ആൾക്ക് ഇങ്ങനത്തെ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ മേടിച്ചു. പിന്നെ ഞാൻ ബുക്കൊക്കെ മേടിക്കാൻ പോയി, ആ വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. നോട്ട്ബുക്ക് മാത്രമല്ലേ മേടിക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം തന്നെ 2 ദിവസത്തെ വീഡിയോ ചേർന്നിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ മോനിക്ക് ഇങ്ങനത്തെ ഉണ്ട് ഇഷ്ടം, സ്റ്റീലിൻ്റെ അവനിക്ക് അധികം ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അവനിക്ക് ഇങ്ങനത്തെ ഞാൻ മേടിച്ചു. മൂത്ത ആൾക്ക് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ മേടിച്ചിരുന്നത്. പിന്നെ ടിഫിൻ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലഞ്ച് ബാഗും ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആണ് കേട്ടോ. ഈ ബാഗിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ് കേട്ടോ. രണ്ടും നമുക്ക് അങ്ങനെ ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ബോക്സും കാര്യങ്ങളും ഞാൻ മേടിച്ചില്ല കേട്ടോ, അത്രയും മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കേട്ടോ മേടിച്ചത് 2 പേർക്കും. ഇതേ ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് മേടിച്ചത്. പിന്നെ വേറൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ കുടയൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അവിടെ ഒരു സ്റ്റുഡൻസ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ബുക്കുകളൊക്കെ ഒരു അത്യാവശ്യം വിലക്കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്ത ആൾക്ക് മേടിച്ച ലഞ്ച് ബോക്സ് ഇതാണ്.
അവനിക്ക് ഇങ്ങനത്തെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനിക്ക് ഇങ്ങനെ തന്നെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് രണ്ടുപേരും വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നോട്ട്ബുക്കൊക്കെ മേടിക്കാൻ പോയത്. ഇത് ഈ ഒരു കടയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോഴേക്കും. എന്നാലും എല്ലാ ടൈപ്പും ബുക്കുകളാണെന്നുണ്ടെങ്കിലും പേന, പെൻസിൽ, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട് കേട്ടോ. ബോക്സ്, കുട എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടയും മേടിച്ചു, അതേപോലെ പെൻസിൽ മേടിച്ചു, പേന മേടിച്ചു. മൂത്ത ആൾക്ക് പേനയും ഇളയ ആൾക്ക് പെൻസിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതങ്ങനെ മേടിച്ചു. കുറേ ബുക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കും കൂടി നല്ലോണം ബുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ബുക്കായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം എല്ലാ ടൈപ്പ് ബുക്കും കിട്ടി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ലൈനും 2 ലൈൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി, എല്ലാം മേടിച്ചു, ബോക്സും മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. ഇതാണല്ലോ ഞാൻ പറഞ്ഞ കട. എല്ലാ ടൈപ്പ് ബുക്കും ഉണ്ട് കേട്ടോ. അതേപോലെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പേനയായാലും പെൻസിലായാലും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സമയം പോയി തന്നെ അറിഞ്ഞില്ല കേട്ടോ, എല്ലാ സാധനങ്ങളും എടുത്ത് വന്നപ്പോഴേക്കും. പിന്നെ നമുക്ക് നോട്ട്ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് എന്തോരം വേണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണേ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്